തെർമോകോൾ കൊണ്ട് കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുക. EPS പാനൽസ് നിങ്ങൾ അതായത് ഒരു ഫയർ റിട്ടാർഡന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഒരു സ്പെഷ്യലൈസ്ഡ് ഹോട്ട് ഗൺ വെച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ചെയ്യുന്നത്. ചുറ്റുപാട് ഇവിടെ പലയിടത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇൻസൈഡ് ടാങ്ക് വരുന്ന ഇതിനെ ഷോർട്ട് കീറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് സോളിഡ് സ്ട്രക്ചർ ആയിട്ട് മാറുകയാണ്. ഇതിന്റെ പല ലെവൽ ഓഫ് തിക്നെസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സ്റ്റീൽ കോളമാണ്. ഇപ്പോൾ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊരു സ്റ്റീൽ കോളം ആയിരുന്നു. നമ്മൾ ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റിൽ എത്തിയിരിക്കുകയാണ്. നമസ്കാരം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത് ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കാം, തെർമോകോൾ കൊണ്ട് കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുക എന്നതിനെക്കുറിച്ച്. ഇന്ന് നമ്മൾ കാണുന്നത് ആ ഒരു സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അതായത് തെർമോകോളോട് നമുക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ? അതിനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീധരിയം ആയുർവേദ ഹോസ്പിറ്റലാണ്, കൂത്താട്ടുകുളത്ത്. നമ്മുടെ BuildDC ഗ്ലോബൽ അവർ ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് EPS പാനൽസ്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അതായത് എക്സ്പാൻഡഡ് പോളിസ്റ്റെറൈൻ പാനൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെട്ടിട നിർമ്മാണ രീതിയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ഒരുപാട് പ്രാവശ്യം കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള അതെങ്ങനെ നടക്കുന്നു, അതിൽ ഓരോന്നും എങ്ങനെ ചെയ്യാം, അതിനായിട്ട് നമ്മുടെ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ഒക്കെ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള രാജു സാറാണ്. സാർ നമസ്കാരം. താങ്ക് യു. BuildDC ഗ്ലോബൽ എവിടെയാണാവോ, അതായത് നിങ്ങളുടെ ഓഫീസൊക്കെ? ഞങ്ങളുടെ കേരളത്തിലുള്ള ഓഫീസ് എറണാകുളത്താണ്. ഞങ്ങൾ ബ്രാഞ്ച് ഓഫീസുകളും ബാക്കി ഓപ്പറേഷൻസും UAE ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒമാൻ, ഓസ്ട്രേലിയ. അതായത് ഒരു പാൻ വേൾഡ് ആണ്, ഗ്ലോബൽ കമ്പനിയാണ് ഈ BuildDC ഗ്ലോബൽ എന്നുള്ള പേര് പോലെ. നമുക്ക് ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സംശയം തോന്നാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ ഉൾപ്പെടെ നിങ്ങളാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് സംശയം തോന്നാവുന്ന ഒരു സംഗതിയാണ് ഈ തെർമോകോളിൽ എങ്ങനെയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. ഇവിടെ ഇത് എത്ര നില? 4, 5? ഇത് 5 നില. 5 നില കെട്ടിടമാണ്. അത് പാർട്ടീഷൻ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല, ഒരു വീട് വരെ, ആദ്യം തന്നെ നമുക്ക് ആ മെസ്സേജ് കൊടുത്തേക്കാം, ഒരു വീട് വരെ നമുക്ക് ഇത് നിർമ്മിക്കാൻ സാധിക്കും. തീർച്ചയായും എന്റെ ബിൽഡിംഗ് വരെ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. പലർക്കും സംശയം തോന്നാം, നമ്മുടെ ഈ V-ബോർഡ് കൺസ്ട്രക്ഷൻ പോലെയുള്ള ഒന്നാണോ എന്നുള്ളത്. അല്ലേ അല്ല, V-ബോർഡായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റുന്ന ഒരു സിസ്റ്റമേ അല്ല. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതിന്റെ വാൾസ് എന്ന് പറയുന്നത് ഒരു റീഇൻഫോഴ്സ് കോൺക്രീറ്റ് സ്ട്രക്ചറിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതാണ് ഇതിന്റെ ഒരു മേജർ ഡിഫറൻസ്. ഒരു സാധാരണ ബ്രിക്ക് വാളോ അല്ലെങ്കിൽ ഒരു V-ബോർഡോ ആയിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാവുന്ന സ്ട്രക്ചറേ അല്ല. കംപ്ലീറ്റ്ലി ഡിഫറൻസ്. ഈ V-ബോർഡ് അല്ല സിമെന്റ് ഫൈബർ ബോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ജോയിന്റിലുള്ള ഇഷ്യൂസ് ആണ്. ഇതിൽ അങ്ങനല്ല. ഇത് ശരിക്കും നിങ്ങളൊരു വീട് സിമെന്റിൽ അത് കോൺക്രീറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെ ഒരുപക്ഷെ അതിനേക്കാളും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുക. തീർച്ചയായും അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇതിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മച്ച് ബെറ്റർ ആണ്. മാത്രമല്ല ചാൻസസ് ഫോർ ഹാൻഡ്ലിംഗ് എർത്ത് ക്വേക്ക്, അതുപോലെ തന്നെ ഒരു കൊളീഷൻ അല്ലെങ്കിൽ ഒരു ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഈ തരം വാളിൽ മച്ച് ലെസർ ആണ്. അതുപോലെ തന്നെ ഒരു ലേമാൻ ടൈമിൽ പറയുകയാണെങ്കിൽ ക്രാക്സ് വരാനുള്ള ചാൻസസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഒത്തിരി കുറവാണ്. കാരണം ഈ റീഇൻഫോഴ്സ് മെഷ് തമ്മിലെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു പാനൽ അടുത്ത പാനലിലേക്ക് ജോയിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ്സ് വരുന്നുണ്ട്. ആ ജോയിന്റ്സ് വരുമ്പോൾ ആ റീഇൻഫോഴ്സ്മെന്റ് ശരിക്കും കണ്ടിന്യൂ ചെയ്ത് പോവാണ്. കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ക്രാക്സിനുള്ള ടെൻഡൻസി കുറയും. എക്സാക്ട്ലി. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് നേരെ വരാം. ഇപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് ടേംസ്, ഷോർട്ട് ക്രീറ്റ്, അങ്ങനെ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് ബേസ് മെറ്റീരിയൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും ഇതാണ് ബേസ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പാനൽസ് അസംബ്ലി ചെയ്താണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ പാനൽസ് അസംബിൾ ചെയ്യുക. പാൻസ് അസംബിൾ ചെയ്തതിനു ശേഷം ഇതിന് ലെവൽ സെറ്റിംഗ് ഉണ്ട്. ലെവൽ സെറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ട്രീറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്കാണ് പിന്നെ പോകുന്നത്. ഇത് ഒറിജിനൽ തെർമോകോൾ തന്നെയാണ്. ഇത് ഒറിജിനൽ തെർമോകോൾ ആണ്. പക്ഷേ അതൊരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി ചില സ്പെസിഫിക് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ആ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്താണ് നമ്മൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതെ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചു, തെർമോകോൾ ആയതുകൊണ്ട് ആദ്യം ഈ പറഞ്ഞത് ഞാൻ ഈ ചോദിക്കാൻ പോണത് തന്നെ ചോദിക്കാം. ഇത് കത്തിപ്പിടിക്കുന്ന ഒരു ടെൻഡൻസി ഇല്ലേ തെർമോകോളിന്? ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും നമ്മൾ തീയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് കത്ത് പിടിക്കുന്ന ഒരു വസ്തുവല്ല. പക്ഷേ അതിന് ഫോഴ്സ് ഹീറ്റ് ചെയ്താൽ മാത്രം അതിൽ മെൽറ്റ് ആവും. ഇതാണ് ഫയർ റിട്ടാർഡന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എക്സാക്ട്ലി. അതെ, ഫയർ റിട്ടാർഡന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇനി ഇതിനെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മൾ പറഞ്ഞു മെഷ് വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അതെ,
ഇതിന്റെ തിക്നെസ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഇത് എത്രയാണോ, 80 mm ആണോ? ഇത് 80 mm EPS പാനൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് എത്ര തിക്നെസ് വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, കോൺട്രാക്ട് ചെയ്യാം? നമുക്ക് ഇത് ഓൾറെഡി കട്ട് ചെയ്ത് എക്സ്പാൻഷൻ എല്ലാം കഴിഞ്ഞ് ഇതിന്റെ സൈസിൽ കട്ട് ചെയ്താണ് വരുന്നത്. നമുക്ക് പല സൈസിൽ ഇതിന് കട്ട് ചെയ്യാം, പല സൈസിൽ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എത്ര തിക്നെസ് കൂട്ടാം കുറയ്ക്കാം? എത്ര തിക്നെസ് കൂട്ടാം കുറയ്ക്കാം. പക്ഷെ നമ്മളൊരു മിനിമം എന്നൊക്കെ പറയുന്ന ഒരു 40 mm ആണ് നമ്മൾ മിനിമം തിക്നെസ് എന്ന് പറയുന്നത്. റെക്കമെൻഡഡ് തിക്നെസ് എന്ന് പറയുന്നതാണ് 80 mm വരുന്നത്. ഇത് തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോ ജോയിൻ ചെയ്ത് ഹൈറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ നോർമലി നമ്മുടെ വീടിന്റെ നോർമൽ വീടാണെന്നുണ്ടെങ്കിൽ 12-13 അടി ഹൈറ്റിലോട്ടൊക്കെ നമുക്ക് കൂട്ടാം കുറയ്ക്കാം. ഇവിടെ അങ്ങനെ ഒരു ഹൈറ്റ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മളിത് സിംഗിൾ പാനൽ നമുക്ക് അപ് ടു 20 ഫീറ്റ് ഹൈറ്റ് വരെയൊക്കെ നമുക്ക് സിംഗിൾ പാനൽ പോകാവുന്നതാണ്. 20 ഫീറ്റ് വരെ സിംഗിൾ പാനൽ പോകാവുന്നതാണ്. പലപ്പോഴും നമ്മൾ പാനലിന്റെ സൈസ് ചെറുതാക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ കൺവീനിയൻസ് വേണ്ടി മാത്രം. അല്ലാതെ നമുക്ക് ഈ സൈസ് ഈവൻ ഒരു 20 ഫീറ്റ് വരെ പോകുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഇനി അതിൽ കൂടുതൽ മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജോയിൻ ചെയ്ത് പിന്നെ മുകളിലേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അബ്സല്യൂട്ട്ലി. ഒരു സാധാരണ ഒരു കൺസ്ട്രക്ഷൻ രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോം ഒക്കെ വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഉള്ള ഒരു ഇതറിയാലോ, ഇതിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായും ഇതിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് മാത്രം ഞാൻ ചോദിക്കുന്നില്ല, അങ്ങനെ പല രൂപങ്ങളായിക്കോട്ടെ. അതെ, ഇതിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഷേപ്സ് ഫോം ചെയ്യാനുള്ള ഈസ് ആണ്. എളുപ്പത്തില് ഇപ്പൊ ഡോം ആണെങ്കിലും ഒരു സെമി സർക്കിൾ ആണെങ്കിലും അതല്ലെങ്കിൽ ആർച്ചസ്, അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ആ ഷേപ്പ് ഫോം ചെയ്യാനും ആ ഷേപ്പിൽ വർക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ്. കൺവെൻഷനൽ ആയിട്ട് ഇപ്പോ നമ്മുടെ ഡോംസ് എല്ലാം വരുന്നുണ്ട്. പള്ളികളുടെ ഒക്കെ നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എക്സാക്ട്ലി അങ്ങനത്തെ ഷേപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങിയ ഒരു ഫെബ്രുവരി മാസത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായും. ഒരു ക്യാൻറ്റീൻ നിങ്ങൾ എത്ര ദിവസം കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്തു? ഞങ്ങൾ ക്യാൻറ്റീന്റെ ഔട്ടർ വാള് 10 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ ഒരാഴ്ച മുന്നാണ് ഈ പ്രൊജക്ട് വന്ന് കാണുന്നത്. ഈ പ്രൊജക്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ കൺസിസ്റ്റ്, അല്ലെ ഇതിപ്പോ തീർന്നിട്ടുണ്ടാവും അല്ലേ? തിക്നെസ് നമ്മൾ പറഞ്ഞു, സെപ്പറേറ്റ് വേറെ തിക്നെസ് കൊടുക്കാം. ഇത് ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് കമ്പി ഇട്ടാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇതിനും ആ ഒരു ടെക്നിക്കാലിറ്റി ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? എക്സാക്ട്ലി, ഇതിനും ആ ടെക്നിക്കാലിറ്റി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ മെഷിന്റെ ശരിക്കും പറഞ്ഞ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ വരുന്ന വെർട്ടിക്കൽ ആയിട്ട് വരുന്നത് മൈക്രോ കോളംസ്, ഓരോരോ മൈക്രോ കോളംസ് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ആ പിച്ച് കണ്ടാൽ മനസ്സിലാവും. ഇതൊരു മൈക്രോ കോളം ഫോം ചെയ്യുന്നതിന്റെ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് ഓരോ മൈക്രോ കോളവും ഇത് ഓരോ മൈക്രോ ബീംസ് ആയിട്ടും വരുന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ thousands of micro columns and ബീംസിലാണ് നമ്മൾ ഇതിനെ ചെയ്തിരിക്കുന്നത്. കണക്ക് നോക്കിയാൽ മറ്റതിന്റെ ഇരട്ടി നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും ഈ പല തുള്ളി പെരുവെള്ളം ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഒരൊറ്റ ഇത് പറയാം, ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് ഒരെണ്ണം ഓടിക്കുന്ന കണക്ക് 10 ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് ആണ് നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫോം ചെയ്തെടുക്കുന്നത്. എക്സാക്ട്ലി റൈറ്റ്. ഇതിലിപ്പോ ഇലക്ട്രിക്കല്, പ്ലംബിങ് അത് ഇതിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പം നമ്മൾ അതിന് മുൻപ് തന്നെ ഇത് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം കണ്ടുവിട്ടു പോണോ? നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ പ്ലാനിങ് ഈസ് ആക്ച്വലി വെരി ക്രൂഷ്യൽ എന്നുള്ളതാണ്. പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് കൺസ്ട്രക്ഷനും കുറേ ഈസി ആകാം. നമ്മളുടെ ഈ മെത്തഡോളജിയിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ ഈസി എന്നുള്ളത് ഒരു മച്ച് ബെറ്റർ ഈസിയർ ആക്കാൻ പറ്റും. അപ്പൊ ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ 100% ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള ഇന്റീരിയർ എലമെന്റ്സ് എല്ലാം ഫാക്ടറി ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് ഇതിന്റെ സമയമാണ്. അതായത് വളരെ ടൈം ബീയിങ് വളരെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പേസ്, അതായത് വീടിനുള്ളിൽ നമ്മളിപ്പോ 6 ഇഞ്ച് കട്ട 8 ഇഞ്ച് കട്ട വെക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു സ്പേസ് അല്ല നമുക്ക് ഇതിന് കിട്ടുക. മൂന്നാമത്തെ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ചൂടിന്റെ കുറവ്, അല്ലെ ഒരു നമുക്ക് തണുപ്പ് എന്ന് തന്നെ പറയാം. അതെ, ഇത് മൂന്നും ഇതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ശരിയാണ്. നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അറ്റ് പാർ കോസ്റ്റിൽ അല്ലെങ്കിൽ സ്ലൈറ്റ് വേരിയേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വരുന്നതിന്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓവറോൾ കോസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു പ്രൊജക്ട് കോസ്റ്റ് പ്ലസ് ആൻഡ് ഓപ്പറേഷണൽ കോസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് കൺവെൻഷനിലായിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. പലപ്പോഴും അതിനൊരു കറക്റ്റ് ആയിട്ട് പ്ലാനിങ് വരാത്തതും പ്ലാനിങ് ചെയ്യാത്തതിന്റെയാണ് പലപ്പോഴും ഇത് ഓവർ ബഡ്ജറ്റ് ആയിട്ട് പോകാനുള്ള ഒറ്റ കാര്യം വരുന്നത്. നമ്മൾ ഈ തെർമോകോൾ വെച്ചിട്ട് മൊത്തം കവർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫുള്ളി ഒരു തെർമോകോളിന്റെ ബോക്സിനകത്ത് ഇരിക്കുന്ന ഒരു ഫീലിംഗ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പുറമേ നിന്നുള്ള ചൂട് അകത്തോട്ട് കയറുന്നില്ല. പോരാതെ നമ്മളിപ്പോൾ AC ഇട്ട് 1 മണിക്കൂർ AC ഇട്ടുണ്ടെങ്കിൽ റൂം തണുത്തു, പിന്നെ ആ AC അധികം ഓൺ ചെയ്തിടേണ്ട കാര്യമില്ല. ഇതൊരു റൂമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രിക്കൽ എന്നിൽ തുടങ്ങാം. അതെ, ഇലക്ട്രിക്കൽ ഇപ്പൊ കോൺഡ്യൂട്ടുകളൊക്കെ ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും അല്ലേ? തീർച്ചയായും പറയും.
ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് ഹോട്ട് ഗൺ വെച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ചെയ്യുന്നത്. മെൽറ്റ് ചെയ്ത് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കൺവെൻഷണൽ ആയിട്ട് ഹെവി പവർ ടൂൾസ് വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്രിക്സ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്റർ കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ഇത് മെൽറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്യൂ അവേഴ്സ് കൊണ്ട് ഒരു നിലയിലെ റൂംസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അത് മെൽറ്റ് ചെയ്ത് ആ ഒരു ട്രാക്കിൽ കൂടെ നമുക്ക് കോൺഡ്യൂട്ട്സ് റൺ ചെയ്യാം. കോൺഡ്യൂട്ട്സ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിന്റെ കോൺഡ്യൂട്ട്സ് ഇടുന്ന പരിപാടികൾ അല്ലെങ്കിൽ പൈപ്പ് വലിക്കുന്ന പരിപാടികൾ അതോടെ കഴിയാണ്. പിന്നെ ഷോർട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ യു ഗെറ്റ് എ കംപ്ലീറ്റ് വർക്ക് ഡൺ. സ്വിച്ച് ബോർഡ് പോലും നമ്മൾ യഥാർത്ഥത്തിൽ മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്താൽ മതിയാവും. തീർച്ചയായും പ്ലാനിങ് ഈസ് ഇമ്പോർട്ടന്റ്. സ്വിച്ച് ബോർഡ് ഇവിടെ പലയിടത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അത് വെച്ച് തന്നെ അകത്തോട്ട് വെച്ച് ജസ്റ്റ് ഊരാലോ? ഊരാം, തീർച്ചയായും ഊരാം. ജസ്റ്റ് ഊരി എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അവര് എന്നാ പറയുക, ഷോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് ഒന്ന് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന അല്ലേ? അതെ അതെ, ഷോർട്ട് ചെയ്യുമ്പോൾ തെറിക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇരുമ്പ് സ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ബീംസ് ഒരു വലിയ പ്രശ്നമല്ലേ? തീർച്ചയായും. അപ്പൊ ബീംസ് സാധാരണഗതിയിൽ നമ്മൾ സിമെന്റ് ഫൈബർ ബോർഡ് കൊണ്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. അതിന് നമുക്ക് ഇതിന് ആ ഒരു ബീം അല്ല എന്ന് തോന്നത്ത രീതിയിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും നമുക്ക് ഇവിടെ ചെയ്യാവുന്നത്. നമ്മൾ ചെയ്തതിന്റെ കുറച്ച് വീഡിയോസും എടുക്കാനുള്ള കാര്യം ഞാൻ ചെയ്യാം. സ്റ്റീൽ കോളംസ് ഫുൾ ആയിട്ട് എല്ലാ സൈഡിലും EPS വെച്ച് കവർ ചെയ്ത് മെഷ് വെച്ച് കവർ ചെയ്ത് ഒരു സ്റ്റീൽ സ്ട്രക്ചർ എന്നുള്ളത് മാറിയിട്ട് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് കാണുന്ന രീതിയിലേക്ക് പക്ക ഫിനിഷിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ EPS എന്ന് പറയുന്നത് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ല. വെള്ളത്തിലിട്ടാൽ പോലും ഒരു തുള്ളി പോലും വെള്ളം എടുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ റിട്ടാർഡന്റ് ആണ്. തീർച്ചയായും. ഇപ്പൊ നമ്മൾ അടുത്തത് നമ്മുടെ ബാത്റൂം ഏരിയ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന പ്ലംബിങ്ങിന്റെ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെയാണ്. ഇതില് നമ്മുടെ വാൾ ഹാങ്ങിങ് WC-ക്കുള്ള ഇതിട്ടിട്ട് അവിടെ നമ്മൾ അതായത് ഇൻസൈഡ് ടാങ്ക് വരുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ ഈ ഒറ്റ വിഷ്വലോട് കൂടി എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. തീർച്ചയായും. ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട്? ഇതിന് ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. കൺവെൻഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബ്രിക്ക് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഇതൊരു ലെഡ്ജ് വാൾ കൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പൈപ്പുകളെല്ലാം ഇതിന്റെ ഉള്ളിൽ കൺസീൽ ആയി പോകുന്നുണ്ട് എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പണ്ട് ബ്രിക്സ് ചെയ്യുമ്പോൾ ഈ ബ്രിക്സ് തമ്മിൽ ഇന്റർ കണക്ഷൻ ഇല്ല, പുറമെ ഒരു പ്ലാസ്റ്റർ മാത്രമാണ് ഉള്ളത്. ഇവിടെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളി ഇന്റർ കണക്റ്റഡ് ആണ്. എന്റെ വാളും എന്റെ ബിൽഡിങ്ങുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. ഇന്റർ കണക്ട് ചെയ്ത് ടോട്ടലി ഇതിനെ ഷോർട്ട് കട്ട് കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് സോളിഡ് സ്ട്രക്ചർ ആയിട്ട് മാറുകയാണ്. അപ്പൊ കൺവെൻഷണൽ ആയിട്ട് ഒരു ബ്രിക്ക് നിൽക്കുന്നതിലും ഉപരിയായിട്ട് ഇതൊരു കംപ്ലീറ്റ് ഒരു സിംഗിൾ മോണോലിത്തിക് സ്ട്രക്ചർ ആയിട്ട് മാറുന്ന ഒരു അറേഞ്ച്മെന്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ലോഡ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ബാക്കിയുള്ള ഫ്യൂച്ചറിലേക്കുള്ള ഇതിന്റെ സ്ട്രെങ്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് അതെ, തീർച്ചയായും. അതുകൂടാതെ നമ്മൾ അഡീഷണൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് റീബാസ് കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്. വേറെ അഡീഷണൽ ആയിട്ട് റീബാസ് കൂടി കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിട്ട് വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്കൊരു ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലക്ഷൂറിയസ് ഐറ്റംസും നമുക്ക് ഇതിനകത്ത് ഒരു പ്രോബ്ലം ഇല്ല ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും. വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും. അതാണ് എന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഷോർട്ട് ക്രിറ്റ് ചെയ്ത ഒരു റൂമിലായി ഇപ്പൊ നിൽക്കുന്നത്. അതെ, തീർച്ചയായും. ഈ ഷോർട്ട് ക്രിറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഷോർട്ട് ക്രിറ്റ്? അത് തൊട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഷോർട്ട് ക്രിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഹൈ പ്രഷറിൽ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഷോർട്ട് ക്രിറ്റിംഗ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ സ്പ്രേ പെയിന്റ് ചെയ്യുന്നതിന് പെയിന്റ് ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഹൈ പ്രഷറിൽ കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹൈ പ്രഷറിലുള്ള ഇമ്പാക്ട് കാരണം കൊണ്ട് ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നല്ല ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർസുകൾ കുറയും, വാട്ടറിന്റെ ഇൻടേക്കിനുള്ള ചാൻസസ് കുറയും. ഇങ്ങനെ ഒരു സെവറൽ റേഞ്ച് ഓഫ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഷോർട്ട് ക്രിറ്റിംഗ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ആയിട്ട് യൂസ് ചെയ്ത് വന്നിരുന്നത് നമുക്ക് സ്ട്രക്ചർ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഫോം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ഏരിയയിൽ പറയുന്നത് നമുക്ക് കുതിരാനിലെ ടണലിന്റെ അകത്തുവശം പെട്ടെന്ന് മനസ്സിലാവും. അകത്തുവശം ചെയ്തിരിക്കുന്നത് ഈ ഷോർട്ട് ക്രിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. സ്പ്രേയിങ് ആണ്. അത് വളരെ ഹൈ പ്രഷറിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. വളരെ നല്ല സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനും സ്ട്രക്ചറൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഷോർട്ട് ക്രിറ്റിംഗ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഷോർട്ട് ക്രിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. ഇലക്ട്രിക്കൽ പോയിന്റ്സിന്റെ ആ ഹോളുകൾ അടഞ്ഞു പോകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് പ്രൊട്ടക്ഷൻ ആയിട്ട് വേണ്ടത്. കോൺട്യൂഷനൊന്നും യാതൊരു പ്രോബ്ലം വരുന്ന കാര്യമില്ല. നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പലതരത്തിൽ നമുക്ക് പ്രഷർ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ഇവിടുത്തെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇവിടുത്തെ വാൾ അനുസരിച്ച് നമ്മൾ പ്രഷർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടായിരിക്കും ഓരോ ടാസ്കുകൾ ചെയ്യുന്നത്. അങ്ങനെയും ചെയ്യാൻ സാധിക്കും.
ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഏരിയ, ഈ ഒരു റൂം ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ബാത്റൂമിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെ, ഇതിന്റെ ഫസ്റ്റ് ലെയർ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമിന്റെ ഇതാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ഫസ്റ്റ് ലെയർ ആയിരിക്കുന്നത്. നമ്മളുടെ ക്ലയന്റിന്റെ തിക്നെസ് റിക്വയർമെന്റ് അനുസരിച്ച് ഇതിന്റെ പല ലെവൽ ഓഫ് തിക്നെസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് നമുക്ക് വേണ്ടി വരും. ആ മൾട്ടിപ്പിൾ ലെയേഴ്സ് നമ്മൾ ചെയ്ത് ആവശ്യമുള്ള തിക്നെസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഷോർട്ട് കട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് ആണ്. ഇതിപ്പോ ഷോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് ആ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്ന ലെവലിലേക്ക് ചെയ്യും. അപ്പൊ ഇത് ക്യൂറിങ്ങിന് എത്ര ടൈം അങ്ങനെ ഉണ്ടോ? ക്യൂറിങ്ങിന് നോർമലി നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചർ ക്യൂർ ചെയ്യുന്ന പോലെ നമുക്കൊരു 14 to 21 days ആണ് ആക്ച്വലി വേണ്ടത്. ബട്ട് ഇതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ആണ് നമുക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്ത് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ ഇനീഷ്യൽ സെറ്റിംഗ് അച്ചീവ് ആയി കിട്ടുന്ന രീതിയിലേക്ക് വരും. ഇത് തെർമോകോൾ ആവുന്ന ഞാൻ ചോദിക്കണം, ഇത് അക്വസ്റ്റിക് ബിഹേവിയർ ഉണ്ടോ ഇതിന്? ഇതിന് അക്വസ്റ്റിക് അല്ല, ഇത് സൗണ്ട് ഇൻസുലേറ്റർ ആണ്. ബേസിക്കലി ഇൻസുലേറ്റർ ആണ്. അപ്പോ ഈ ഒരു റൂമിൽ സംസാരിക്കുന്ന സൗണ്ട് ഓവർ ഈ വാളിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡെസിബിൾസ് ഡ്രോപ്പ് ആവും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഇത്രയൊക്കെ പറഞ്ഞു, സൺഷെയ്ഡ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട് ഒത്തിരി സ്ട്രക്ചറുകൾ ചെയ്യാൻ പറ്റും. സൺഷെയ്ഡ് ചെയ്യാൻ പറ്റും, കാൻഡിലിവർ അറേഞ്ച്മെന്റുകൾ ചെയ്യാൻ പറ്റും, തീർച്ചയായും ചെയ്യാൻ പറ്റും. സൺഷെയ്ഡ് ചെയ്യുന്നത് ഇവിടെ സൺഷെയ്ഡ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഫുൾ സൺഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് സൺഷെയ്ഡ് ആണെന്ന് തോന്നില്ല. പക്ഷേ മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷട്ടറിംഗ് വർക്ക് ഇല്ല. ഏകദേശം ഒരാഴ്ചയും കൊണ്ടൊക്കെ നമുക്ക് സൺഷെയ്ഡ് ഫുൾ, ഇപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഫുൾ സൺഷെയ്ഡ് ഏതാണ്ട് ഒരാഴ്ച കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. ചിലപ്പോൾ ആൾക്കാർ സംശയം സൺഷെയ്ഡിൽ കൂടെ എങ്ങനെ നടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാല് ഉള്ളിൽ തെർമോകോൾ ആണെന്നുള്ള ആ ഒരു മനസ്സിൽ നിന്ന് ആ സാധനം ഒഴിവാക്കിയാൽ അതെ തീർച്ചയായും വേറെ ലൈറ്റ് ആണ്. അതെ. ഇനി ഇത് ടൈല്, ഗ്രാനൈറ്റ്, മാർബിള് ഏത് മുട്ടിക്കാം. നമ്മൾ സാധാരണ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം. സെപ്പറേറ്റ് ഉള്ള ഗം ഒന്നും യൂസ് ചെയ്യണ്ട, നോർമലി ഗം ഉപയോഗിച്ച് ചെയ്യാം. സാധാരണ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാം. ഈവൻ ഒരു ലെവൽ ബെറ്റർ ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഒരു ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഒരു എ സിക്കുള്ള ഒരു ഹോള് നമ്മൾ കണ്ടില്ല, അങ്ങനെ കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നാൽ നമ്മുടെ ഇതിന് സ്ട്രക്ചറിന് പ്രശ്നം വരും. നമ്മൾ സ്ട്രക്ചറിന് പ്രശ്നം വരാത്ത രീതിയിൽ ഇതിനെ കട്ട് ചെയ്യാനും അത് റീജോയിൻ ചെയ്യാനും ഉള്ള ഫെസിലിറ്റീസ് ഓൾറെഡി ഉണ്ട്. നമ്മൾ ആ മെത്തഡോളജീസ് സാധാരണ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അവരെ ട്രെയിൻ ചെയ്ത് അത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൻ ഫ്യൂച്ചറിൽ അങ്ങനെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. കൺസ്ട്രക്ഷനിലെ ട്രാൻസ്ഫോർമേഷന്റെ പീക്ക് ലെവൽ എന്ന് വേണം പറയാനായിട്ട്. തീർച്ചയായും നമ്മൾ എവിടെ തുടങ്ങിയതാണ്, അതെ അത് വെച്ച് ചെയ്തിരിക്കുന്ന അല്ലേ? അതെ ഫുൾ ടൈലിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെ, പെയിന്റ് ചെയ്യാനോ? തീർച്ചയായും പെയിന്റ് ചെയ്യാം. ടൈൽ ഇത് ഈ വാൾസ് എല്ലാം ഫുൾ ടൈൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ EPS വാൾസ് ആണ് വരുന്നത്. ഷോർട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് അതെ ഇവരെ സ്പെക് ചെയ്തായിരുന്നു. സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അതെ, സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ടൈൽ ഒട്ടിക്കാം, പെയിന്റ് അടിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് പെയിന്റ് അടിച്ചിരിക്കുന്നതാണ്, ഷോർട്ട് കട്ട് ചെയ്തതിൽ പെയിന്റ് അടിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റൗണ്ട് കോളം, നമ്മുടെ സ്റ്റീൽ കോളമാണ്. ഇപ്പൊ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊരു സ്റ്റീൽ കോളം ആയിരുന്നു. ഈ സ്റ്റീൽ കോളത്തിനെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്, ആർക്കിടെക്ചർ ഡിസൈൻ അനുസരിച്ച് നമ്മൾ റൗണ്ട് കോളമായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തതാണ്. ഇത് EPS ആണ്. ഇതിന്റെ ഉൾവശം ഫുൾ EPS-ഉം മെഷും വെച്ച് ഷോർട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഷേപ്പുകൾ ഫോം ചെയ്യാനുള്ള ഈസാണ്. നിങ്ങള് വന്നൊന്ന് ഇടിച്ച് നോക്കിയാൽ മനസ്സിലാകും. തീർച്ചയായും ഇത് ഒരു നമ്മളൊരു സാധാരണ കോൺക്രീറ്റ് ചെയ്തല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആ രീതിയിലുള്ള ഒരു സംഗതിയാണ് ആ ചെയ്ത് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ നമ്മുടെ ഡോറിലേക്ക് ഡോർ ഹാൻഡിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇത് സ്പേസ് കൊടുക്കാൻ പറ്റുമോ ഇതിന്? തീർച്ചയായും ഡോർ ഹാൻഡിൽസ് അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസ് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇതിനകത്ത് ചെയ്തു പോകാൻ പറ്റും. അതെല്ലാം നമ്മൾ ഇതിവിടെ ചെയ്തു പോയിട്ടാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഹാൻഡ് റെയിൽസ് ത്രൂ ഔട്ട് പാസേജിൽ ഹാൻഡ് റെയിൽസിന്റെ ആവശ്യമുണ്ട്. അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഓൾറെഡി ഇതിനകത്ത് തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അഡീഷണൽ ലോഡ്, ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പിക്ചർ ഫ്രെയിം ഹാങ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഒരു TV ഹാങ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള എല്ലാ പ്രൊവിഷൻസിനും അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ TV ഹാങ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇവിടെ ഓൾറെഡി ചെയ്തിരിക്കുന്നതാണ് ഈ വാളിൽ. അതുപോലെ തന്നെ AC ഹാങ് ചെയ്യാൻ വേണ്ടി ഇതിനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇതിനകത്ത് തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. അതനുസരിച്ച് എല്ലാം ചെയ്തു വരുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ശ്രീധരിയം ഗ്രൂപ്പിന്റെ CEO ആണ് വിജയ് പ്രസാദ് സാർ. നമസ്കാരം സാർ. ഒറ്റ ചോദ്യം. ആദ്യം, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കൺവെൻഷനൽ ആയിട്ടുള്ള നോർമലി നമ്മൾ ചെയ്തു പോരുന്ന മെത്തേഡുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു റീസൺ? ഞങ്ങൾ ഈ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ടൈം ലൈൻ എന്ന് വെച്ചാൽ ഒരു 4 മാസം കൊണ്ട് നമുക്കൊരു 10-40 റൂം കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരക്കുള്ള സമയം, പേഷ്യൻസിൻ്റെ ഒരു റഷുള്ള സമയമാണ്. ആ സമയം റൂം കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഈ പ്രൊജക്റ്റ് നമുക്ക് 80 റൂമിൻ്റെ ബജറ്റാണ്, 80 റൂംസ് വരാനുള്ളത്. അങ്ങനെ ചെയ്തപ്പോഴത്തേനും
ആദ്യം പ്ലാൻ ചെയ്ത സ്റ്റീൽ ബിൽഡിംഗ് ഓഫ് കോഴ്സ് അറിയാലോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു പൈലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആ ടൈമും കൊണ്ട് നമുക്ക് കോളം വരുന്നു. അത് സെറ്റായി കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് പാർട്ടീഷൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം സ്റ്റീൽ ബിൽഡിംഗ് തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഒത്തിരി നമ്മൾ ഹോംവർക്ക് ചെയ്തു. ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രിക്സും വി ബോർഡുകൾ, എയർ റോക്കോൺ പാനൽസ് ഇതെല്ലാം ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം കണക്ക് കൂട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ ഫൈനലി വന്നിട്ടാണ് ഈ EPS പാനൽ സംഭവം. അപ്പം അതിൻ്റെ ഒരു ഗുണങ്ങളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആകർഷിച്ചത്. അത് എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ മനസ്സിലായി കാണും, സൈറ്റ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. അതിൻ്റെ കോസ്റ്റ് ഉൾപ്പെടെ ഞങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു കോസ്റ്റ് ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്ലാനിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. തീർച്ചയായും ആ പ്ലാനിങ് ഞങ്ങൾ ശരിക്കും ആ ടൈം തീർക്കാനുള്ള ഒരു സമയത്തേക്ക് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താ പറയുക നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കി ആ രീതിയിൽ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് തന്നെ ഞങ്ങൾ അങ്ങ് ചെയ്തു. അതിന്റെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഈ ബിൽഡീസിക്കാർ ഭംഗിയായിട്ട് തന്നു എന്നുള്ളതാണ്. അവരത് ഭംഗിയായിട്ട് കൊണ്ടുപോയി. തീർച്ചയായും ഞങ്ങൾക്കിപ്പം ഈ പറഞ്ഞ ഈ സമയത്ത് കൊണ്ട് ഞങ്ങൾക്കിപ്പം ഓൾമോസ്റ്റ് ഞങ്ങൾ 45 റൂം കൊടുത്തു കഴിഞ്ഞു. പേഷ്യൻസിന് കൊടുക്കാൻ പറ്റി. അതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് വരുന്നത്. അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അതൊരു സംശയമില്ല എന്നുള്ളത്. വെച്ചാൽ നമുക്ക് ആ ക്വാളിറ്റിക്കകത്ത് കോംപ്രമൈസ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ എന്താ പറയാ ഞങ്ങളുടെ AC യുടെ ലോഡ് പോലും ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. രാജു സാർ എൻ്റെ അടുത്ത് പറഞ്ഞ AC സാർ ഇപ്പൊ അതിനെ യൂസ് ചെയ്യുന്ന 28-29 കൊണ്ടുപോയി യൂസ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് റൂമിലൊക്കെ സാറ് തണുപ്പ് കൂടുതലാകുമ്പോൾ ഞങ്ങൾ അവസാനം ടെമ്പറേച്ചർ 24 എന്നുള്ളത് ഞങ്ങൾ 26-27 സെറ്റ് ചെയ്തപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഏറ്റവും വലിയ കാര്യം ഞാൻ ആദ്യം ചോദിച്ചത് ശ്രീധരിയം പോലുള്ള ഒരു വലിയ ഫേം ഇതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും അതൊരു വലിയ എന്താ പറയുന്നത് മനസ്സെന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു ഐഡിയോളജിയെ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്തായാലും അതിൽ വളരെ സന്തോഷം. ഇത് കാണിക്കാൻ സാധിച്ചത് വളരെയധികം വലിയ സന്തോഷം. സാർ രണ്ടു വാക്ക് എന്നെ ഫീഡ്ബാക്ക് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സാർ താങ്ക് യു സോ മച്ച്. താങ്ക് യു. സന്തോഷം. ഇദ്ദേഹം ഇവിടുത്തെ പ്രൊജക്ട് മാനേജർ, അദ്ദേഹത്തിന്റെ പേര് ശരത്ത് എന്നുള്ളതാണ്. നമസ്കാരം. ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ നിങ്ങളത് പറഞ്ഞ എത്രമാത്രം, അതായത് ഒരു റിയലും അതിൻ്റെ ഒരു റിയാലിറ്റിയും നമ്മുടെ എന്താ പറയുക നമുക്ക് തന്ന ഒരു വാഗ്ദാനങ്ങളുമായിട്ട് എത്രമാത്രം 100% തന്നെ പറയാം വന്നിട്ടുണ്ട്. 100% പറയാം. ഒരു പ്രൊജക്ട് മാനേജർ നിങ്ങൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഇത്രയും കേട്ടോ. അപ്പോൾ താങ്ക് യു വിലയേറിയ സമയത്ത്. അപ്പോൾ നമ്മളിതിന്റെ ഫൈനൽ പ്രോഡക്റ്റിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ ഹൈ കിട്ടത്തുള്ളൂ. ഇതിന്റെ എന്താ പറയുക നമ്മുടെ ഡയറക്ടർ CEO അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം അവർ ശരിക്കും പറഞ്ഞൊരു വലിയൊരു റെവല്യൂഷനാണ് അവർ ചിന്തിച്ചത്, അല്ലെങ്കിൽ അവരതിന് ശ്രമിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്കും അതൊരു നല്ല ഹിറ്റായി എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വളരെ നല്ല റെസ്പോൺസ് ആണ് ഉള്ളത്. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈല് മുഴുവൻ ഭിത്തിയിലൊട്ടിച്ചിരിക്കുന്ന അവരുടെ സ്പെക്കറാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മുകളിൽ എന്തായാലും പ്രത്യേകം ചെയ്തിട്ടുണ്ടോ? ഫോൾ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് ആണ് ചെയ്തിട്ടുണ്ട്. അതെ, ഇന്റീരിയർ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഭിത്തിയിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, ഹാങ് ചെയ്തിരിക്കുകയാണ്. ഭിത്തിയിൽ ബോൾട്ട് അടിച്ച് ഹാങ് ചെയ്തിരിക്കുന്ന ഒരു മോഡുലാർ ഏരിയ, അതിൽ TV യൂണിറ്റ് സഹിതം ഇവിടെ ചെയ്തിരിക്കുന്നു. പിന്നെ TV ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. AC ബാക്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അത് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഏരിയാസ് മുഴുവൻ ഒരു വീട് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് ഇത് യൂസ് ചെയ്യാം, റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാം. തീർച്ചയായും റെസിഡൻഷ്യൽ പർപ്പസിന് ചെയ്യുമ്പോൾ പലരും ഈ പറഞ്ഞ പോലെ കോളം ചെയ്യുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായും നമുക്ക് ഏത് രീതി അവലംബിക്കാൻ പറ്റും? ഏത് രീതിയിലും ചെയ്യാം. കോളം ഇല്ലാതെ ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങളുടെ ഈ EPS ഷോർട്ട് കട്ട് മെത്തഡോളജി തന്നെ വിത്തൗട്ട് കോളം ചെയ്യാനുള്ള ഫെസിലിറ്റി എന്ന് വെച്ചാൽ ടോട്ടൽ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കോളം ബീംസിന് ആവശ്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫാസ്റ്റർ ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. സ്ട്രെങ്ത് ആണെങ്കിൽ സുപ്പീരിയർ ആണ്. അപ് ടു സോൺ 5 വരെയുള്ള എർത്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു വീടൊക്കെ ഞാനൊരു ഏകദേശ കണക്ക് അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ എത്ര ദിവസം കൊണ്ട് നമുക്ക് പണിതെടുക്കാൻ പറ്റും? ഒരു സിംഗിൾ സ്റ്റോറി അപ് ടു ഒരു 4000-5000 സ്ക്വയർ ഫീറ്റ് വരെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 20 ദിവസം മതി സൂപ്പർ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് ഫ്ലോർ ആണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു മൾട്ടിപ്പിൾസ് ആയിരിക്കും വരുന്നത്. ആ ക്യൂറിംഗ് ടൈമാണ് അതിനകത്ത് മെയിൻലി വരുന്നൊരു ഫാക്ടർ. ഞങ്ങളുടെ വർക്കിന് കൂടുതൽ ക്യൂറിംഗ് ടൈമാണ് ഞങ്ങൾ അതിനകത്ത് ടൈം എടുക്കുന്നത്. നോർമലി ഒരു 15-20 ഡേയ്സിൽ സുഖമായിട്ട് ഒരു പരിപാടി തീർക്കാം. ഒരു 4000-5000 സ്ക്വയർ ഫീറ്റ് വരെ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 10000 സ്ക്വയർ ഫീറ്റ് വരെ ഒരു മാസം കൊണ്ട് ഞങ്ങൾ തീർത്താണ് പോകുന്നത്. 10000 കാർപ്പറ്റ് ഏരിയ ആണ്. ഏകദേശം ഒരു 40-45 റൂംസോളം വരുന്നുണ്ട് അതിനകത്ത് ഓരോ ഫ്ലോറിൽ. അത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ശേഷം ഒരു മാസം കൊണ്ടാണ്. എവിടെയൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്, അല്ലെ എങ്ങനെയുള്ള ആൾക്കാർക്ക് എവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? നമ്മൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒമാനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, UAE ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ മെയിൻലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയാസ് ഇതാണ്.
ഒരു പാൻ ഇന്ത്യൻ എന്നല്ല, ഒരു ഹാഫ് പാൻ വേൾഡ് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. തീർച്ചയായും. ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പുതിയ പ്രോഡക്റ്റ് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് നല്ല രീതിയിൽ അവർ പഠിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഒരു സാധാരണ കസ്റ്റമർ കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളൊക്കെ നിങ്ങൾ എന്ത് പൊടി സംശയങ്ങളാണെങ്കിലും നേരിട്ട് വിളിച്ചവരോട് സംസാരിക്കുക. ഒരു വീട് ചെയ്യാനായിട്ട് നാളെ തയ്യാറെടുക്കാനല്ല പറയുന്നത്, ആ ഒരു മെത്തഡോളജിയെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായും അങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ നമ്പർ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. താങ്ക് യു സാർ. ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു അപ്രോക്സിമേറ്റ് ഒരു 1 ഇയറിനകത്ത് ഞാൻ ഇത്രയും ആനന്ദത്തോടു കൂടി ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ, ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ പുതിയ കാര്യങ്ങൾ, എൻ്റെ കൂടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ ഞാൻ അറിയിച്ചിരുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് കാലത്തിന് എനിക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സർവീസ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. IIT റൂക്കി പോലുള്ള വലിയ ക്യാമ്പസുകൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളത് ഒരു റെഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഒരു പുതിയ മെത്തേഡ് ഒരു പുതിയ രീതിയിൽ വളരെ ഈസി ആയിട്ട് സസ്റ്റൈൻമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ.